ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് ടി വി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചുണ്ടുകളെ കുറിച്ചാണ്. ഞാൻ ഓൾറെഡി മുമ്പ് ഒരു നമ്മുടെ ചുണ്ടിന് നിറം വയ്ക്കാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില ആൾക്കാർ ബൈ ബർത്ത് തന്നെ അവരുടെ ഫേസിൽ നല്ല കളർ ഉണ്ടാകും, പക്ഷെ അവരുടെ ചുണ്ടുകൾക്ക് നിറം കുറവായിരിക്കും. മറ്റുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിഗരറ്റ് സ്മോക്കിംഗ് അല്ലെങ്കിൽ ഇതിൽ ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ടൊക്കെ നന്നായിട്ട് കറുത്തു പോകും. നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരി പോലെ കറുത്തു പോകും. ചിലർക്ക് ചുണ്ടിന് നിറം വെച്ചിട്ട് വരാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനൊന്ന് ഇട്ടിരുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ അത് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മളുടെ ആക്ച്വലി നമ്മുടെ ആ ഒരു നിറത്തിലെ അല്ലെ ലിപ്പ് നമ്മുടെ ചുണ്ടുകൾ ചുവന്നതായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് അത് ഇട്ടിരുന്നത്. അപ്പോൾ എന്നോട് പറയാൻ തുടങ്ങി എന്ത് ജസ്റ്റ് വാസലിൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ മാത്രം മതി, അപ്പോൾ അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് മാറാത്ത ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനന്നത് ഇടാൻ കാരണം. അപ്പം നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മളിപ്പോൾ എന്തൊരു ക്രീം ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കിയിട്ട് കാണാൻ പറ്റും അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തിട്ടുള്ളതെന്നുള്ളത്. അപ്പം നമ്മൾ സാധാരണ ക്രീമൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്രീമാണ് അപ്ലൈ ചെയ്യണം. ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് നമ്മളതങ്ങ് അപ്ലൈ ചെയ്യും. പക്ഷേ അതിൽ എന്തെല്ലാം ഐറ്റം ചേർത്തിട്ടാണെന്ന് അറിയുക അതൊന്നും ഉണ്ടായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ എത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ലൊരു സാധനം അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് ക്യാഷ് പോകുന്നതൊന്നും അല്ല. നമ്മൾ വൺ ടൈം അത് വാങ്ങിച്ച് നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 മാസം നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഒരുപാട് കളർ കുറവുള്ള ആൾക്കാരും അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി നാളായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ മാറാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കൂ, എന്നിട്ട് നിങ്ങൾ റിസൾട്ട് പറയും. എനിക്ക് ഒരുപാട് പോസിറ്റീവുള്ള റെസ്പോൺസും എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ചേഞ്ചസ് വന്നായിട്ടും എനിക്ക് നമുക്ക് മെസ്സേജിലും അല്ലാണ്ട് മെയിലൊക്കെ വന്നിട്ട് എനിക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ആദ്യം താങ്ക്സ് പറയണു. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളത് നമ്മുടെ ലിപ് കെയർ ആഗ്രഹിക്കുന്നവർക്കുള്ള ടിപ്പാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലിപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലിപ്സിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിപ് ബാമോ അല്ലെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഒരു പാഡാണ് ചെറിയൊരു ഇത്. അപ്പോൾ നമ്മളത് ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് റിമൂവ് ചെയ്യാം. ലിപ്സിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്ത് കളയാം. ഇനി അടുത്തത് നമുക്ക് ലിപ്പ് സ്ക്രബ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലിപ്പ് സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കിനി സ്ക്രബ് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് സ്ക്രബാണ്. സ്ക്രബ് ചെയ്യാനായിട്ട് ഷുഗർ എടുക്കുക. അധികം തരിയില്ലാത്ത ഷുഗറാണ്. ഇതിലേക്ക് നമ്മളുടെ കോക്കനട്ട് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാം ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് സ്ക്രബ് ചെയ്യാനായിട്ട് എടുക്കാം. ഷുഗറും നമ്മൾ കോക്കനട്ട് ക്രീമും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു ഉണ്ടാക്കിയത് ഫസ്റ്റ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഷുഗറും നിങ്ങളുടെ കോക്കനട്ട് ക്രീം അല്ല അത് നിങ്ങൾക്കുള്ളത് ബദാം ഓയിലോ ഒലിവ് ഓയിലോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതെടുക്കാം. ഇൻ കേസ് കോക്കനട്ട് ഓയിലായാലും മതി കേട്ടോ. നിങ്ങളത് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇനിയിപ്പോൾ വാസലിൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വാസലിന് നമുക്ക് ചുണ്ടിൽ വാസലിന് ഷുഗറും കൂടി എടുക്കുക. ജസ്റ്റ് നമ്മളിത് നമ്മുടെ ഞാൻ കാണിച്ചില്ലെന്ന് പറയരുത്, ഇതിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തില്ലേ അതിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതിന് ബേബി ബ്രഷ് വേണം കേട്ടോ. അതാണ് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് എടുക്കുക. അതിനുശേഷം അതിൽ ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ ചുണ്ടിൽ നന്നായിട്ടുള്ള റൗണ്ടിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? അപ്പം നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറും. ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ തൊലി പൊട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്താൽ മതി. കോക്കനട്ട് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ, ബദാം ഓയിൽ ഉള്ളവരാണെങ്കിൽ അതെടുക്കാം, ഒലിവ് ഓയിൽ ഉള്ളവരാണെങ്കിൽ അതെടുക്കാം. നമ്മൾ ഷുഗർ എടുക്കുക, നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്തതിനു ശേഷം
നമുക്ക് തുടയ്ക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. ജസ്റ്റ് നന്നായിട്ട് 5 മിനിറ്റ് നേരം ഇത് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. സ്ക്രബ് ചെയ്തതിനു ശേഷം ഞാനിപ്പോൾ ഇത് തുടച്ചു. നന്നായിട്ട് നമ്മളിത് തുടയ്ക്കുക. തുടച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ആ ഡ്രൈ സ്കിന്നൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് ആണെന്ന് നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. ഇനി ജസ്റ്റ് നമ്മൾ അടുത്ത ചെയ്യാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ലെമൺ എടുക്കുക. ലെമൺ എടുത്തിട്ട് ലെമൺ ഹാഫ് മുറിച്ചതിന് ശേഷം അത് സ്ക്വീസ് ചെയ്യുക. അതിലേക്ക് നമ്മൾ 1 സ്പൂണ് നമ്മളുടെ റോസ് വാട്ടർ കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് എടുക്കുക. ലെമൺ ഡയറക്റ്റ് നമ്മൾ സ്കിന്നിൽ അതേപടി അങ്ങോട്ട് തേക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അതിലൊരു ആസിഡിക് കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് അത് അപ്ലൈ ചെയ്യണ്ട. ജസ്റ്റ് നമ്മൾ അതിലേക്ക് റോസ് വാട്ടർ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് സ്കിന്നിൽ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഇൻ കേസ് ലെമൺ എന്തെങ്കിലും അലർജി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലെമണിന് പകരം നമ്മളുടെ ടൊമാറ്റോ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും നമ്മൾ അതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഈ ലെമൺ നിങ്ങൾക്ക് അലർജി ആണെന്നുണ്ടെങ്കിൽ, അസിഡിക് കണ്ടന്റ് നിങ്ങൾക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അതിലേക്ക് നമ്മൾ റോസ് വാട്ടർ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് ഒരു ½ ആൻ അവർ നമ്മൾ അങ്ങനെ വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ലെമണും റോസ് വാട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ അടുത്തത് നമുക്ക് ലെമണും റോസ് വാട്ടറും എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പകുതി ലെമൺ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതിൽ പിഴിഞ്ഞ് ചേർക്കുക. അതിൽ കുരുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ നീര് മാത്രം എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റോസ് വാട്ടർ എടുക്കുക. റോസ് വാട്ടർ നമുക്ക് 1 വലിയ സ്പൂണാണ് വേണ്ടത്. അത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളകി കൊടുക്കുക. ഇപ്പം നമ്മളുടെ ചുണ്ടിൽ അരമണിക്കൂർ തേച്ച് പിടിപ്പിക്കുക. ഉണങ്ങും തോറും നമ്മളൊന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളുടെ ഇപ്പം ലെമണും കൂടെ റോസ് വാട്ടറോട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മൾ ഇതെടുത്തിട്ട് ജസ്റ്റ് കയ്യിലൊന്ന് അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ ചുണ്ടിൽ തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരമണിക്കൂർ അങ്ങനെ വെക്കുക. ചെറിയൊരു നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിന് ശേഷം ചെയ്യുമ്പോൾ നാരങ്ങയുടെ ഒരു ചെറിയൊരു കുത്തൽ പോലെ ഉണ്ടാവും. പ്രോബ്ലം ആക്കണ്ട. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാച്ചുറൽ ബ്ലീച്ച് ആണ്. അപ്പം നമ്മുടെ ബ്ലാക്ക് കളറൊക്കെ ഒന്ന് മാറാനായിട്ടും ഒന്ന് നമ്മുടെ ചുണ്ടിനെ ഒന്ന് ബ്ലീച്ച് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ റോസ് വാട്ടർ ഇതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തേച്ചിടിക്കുക. അപ്പോൾ ഇത് ഉണങ്ങി വരുമ്പോൾ ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക. ഉണങ്ങി വരുമ്പോൾ ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക. അങ്ങനെ അരമണിക്കൂർ നേരം അങ്ങനെ തന്നെ വെക്കുക. അതിനിടയ്ക്ക് നമ്മൾ ചായയും കാപ്പിയൊന്നും കുടിക്കുകയും ചെയ്തു കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് അങ്ങനെ ഡയറക്റ്റ് തന്നെ വെക്കുക. അങ്ങനെ അരമണിക്കൂർ നേരം നമ്മൾ ടൈം നോക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ വെച്ചിട്ട് അരമണിക്കൂർ നേരം നമ്മൾ അങ്ങനെ വെക്കുക. അടുത്ത് നെക്സ്റ്റ് നമ്മൾ അരമണിക്കൂർ ശേഷം വെച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ അരമണിക്കൂറോളം ഇത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ തന്നെ ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഉണങ്ങുന്നതിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് വേണ്ടത് നമ്മുടെ ബട്ടർ, ഗ്ലിസറിൻ, പിന്നെ നമ്മളുടെ റോസ് വാട്ടർ ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ബട്ടറാണ് കൂടുതൽ എടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം പോലെ ആവരുത്. ഗ്ലിസറിനും റോസ് വാട്ടറും വെള്ളം പോലെ ഫോമിലായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമുക്കൊരു കൊഴുത്ത പരുവത്തിൽ, ഒരു ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബട്ടർ വേണം, അൺസോൾട്ടഡ് ബട്ടറാണ് നമുക്ക് വേണം. ഒരു ക്രീം ഫോമിലായി കഴിയുമ്പോഴത്തേക്കും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ 2 എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് പൊട്ടിച്ച് അതിലേക്ക് ചേർക്കുക. ഇത് നമുക്ക് നൈറ്റ് ക്രീമായിട്ട്, നൈറ്റ് ലിപ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ജസ്റ്റ് നമ്മളിത് എടുത്തിട്ടുണ്ട് കണ്ടോ. എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സ്പൂൺ ബട്ടറാണ്. അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പുറത്ത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ തന്നെ അതങ്ങ് മെൽട്ട് ആയിക്കോളും. നമുക്ക് ഇതിലേക്ക് നമ്മൾ റോസ് വാട്ടർ എടുക്കുക. റോസ് വാട്ടർ 1 സ്പൂൺ റോസ് വാട്ടർ ഇതിലേക്ക് ചേർക്കുക. നമുക്കിത് 1-2 ആഴ്ച യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു വലിയ സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സ്പൂൺ റോസ് വാട്ടർ ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് യോജിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെയോ നന്നായിട്ട് ഇളക്കി ഇത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക. എത്രത്തോളം നമ്മൾ റോസ് വാട്ടർ ചേർത്തോ അത്രത്തോളം തന്നെ നമ്മൾ ഗ്ലിസറിൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇനി മിക്സ് ചെയ്യാം. കൈകൊണ്ട് സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ദ്രവ രൂപത്തിലാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒരു ക്രീം പരുവത്തിലാക്കുക. ഇനി ശേഷം ഇതിലേക്ക് നമ്മൾ 2 വൈറ്റമിൻ ഇ ക്യാപ്സൂള് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. മറ്റേ നമ്മൾ അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളത് തുടച്ച് കളയുക. തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇത് നമ്മുടെ ചുണ്ടുകളിൽ നമ്മളിത് നന്നായിട്ട് തേച്ച് പിടിക്കുക.
ഇത് നമുക്ക് നൈറ്റ് ക്രീം ആയിട്ട് യൂസ് ചെയ്യാം. നൈറ്റ് ക്രീം ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് ഫുൾ ടൈം നമുക്ക് വെച്ചുകൊണ്ട് കിടക്കാം. രാവിലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പഞ്ഞിയോ കോട്ടനോ ഉപയോഗിച്ചിട്ട് നമുക്ക് തുടച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ട് നല്ലോണം ചുവക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളുടെ ചുണ്ടിലെ കറകൾ, അതായത് കറുത്ത കളറുകൾ, ബ്രൗൺ ആയിട്ടുള്ള കുത്തുകുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല കളർ വയ്ക്കും. നല്ല ചുണ്ട് നല്ല സോഫ്റ്റ് ആകും, ബ്രൈറ്റും ആകും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് വളരെ സിമ്പിൾ അല്ലേ. നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, നോ പ്രോബ്ലം. ബിക്കോസ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ചിലർക്ക് അത് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. നമ്മുടെ വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടുകൾക്ക്, ഫേസിൽ, നമ്മുടെ ഹെയറിന്, ഓൾ ബോഡി നമുക്ക് ക്രീമിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ലതാണ്. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു കംഫർട്ടബിൾ അല്ലായ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. പക്ഷെ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇത് നമ്മൾ ലിപ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നൈറ്റ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ലിപ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഡെയിലി ഇതിന് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ലിപ്സ് ഒന്ന് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാവുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും ഉപയോഗിച്ച് നോക്കണം. ഇപ്പം എല്ലാവർക്കും നമ്മുടെ നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ക്രീമാണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ മാറ്റം നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് മാറ്റം അറിയാൻ പറ്റും. പിന്നെ സ്ക്രബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്താൽ മതി. എല്ലാ ദിവസവും നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട. നമ്മൾ ഫസ്റ്റ് കാണിച്ച ഷുഗർ ഉപയോഗിച്ചുള്ള സ്ക്രബില്ലേ, ഷുഗർ അതൊക്കെ നമ്മൾ അത് ബ്രഷ് ചെയ്യുന്നത് നമ്മുടെ ഡെഡ് സ്കിൻ പോകാനുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്താൽ മതി. എല്ലാ ദിവസവും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസം അത് ചെയ്യുക. ബാക്കി എല്ലാ ദിവസവും ത്രൂ ഔട്ടായിട്ട് നമ്മൾ നൈറ്റിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക്, ലിപ് ബാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുക. അപ്പോൾ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും. ഞാനിപ്പോൾ ഇത് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അരമണിക്കൂർ നമ്മൾ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ലിപ്പിൽ നല്ല നിറ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. കറുപ്പൊക്കെ മാറാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വളരെ സിമ്പിളല്ല. ഇതിപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. സാൾട്ട്, നമ്മളുടെ ബട്ടർ മാത്രമേ നമുക്ക് കുറച്ച് ഇതുള്ളൂ. ബട്ടർ ഏത് നമ്മൾ ഷോപ്പിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് പറയാൻ കേട്ടോ. എല്ലാ ദിവസവും ഉപയോഗിച്ച് നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് 1 മന്തെങ്കിലും ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണ് നിങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.